ആദ്യ കളക്ഷൻ പ്രകമ്പനം എന്ന് പറഞ്ഞ മലയാള സിനിമയിൽ തന്നെയാണ്. പടം റിലീസിൽ വന്നിട്ട് 9 ദിവസം കഴിഞ്ഞിരിക്കുകയാണ്. പടത്തിന് നല്ലൊരു സ്ക്രീൻ കൗണ്ട് ഉയർത്തിയിട്ടുണ്ട് നിലവിൽ പല തിയേറ്ററുകളിലായിട്ട്. അത് മാത്രമല്ല സിനിമയ്ക്ക് കേരളത്തിന് പുറത്തും നല്ലൊരു ഡിമാൻഡ് കാണുന്നുണ്ട് കർണാടക ഭാഗത്തേക്കായിട്ട്. എന്തായാലും സിനിമ 9 ദിവസം കൊണ്ട് ഓൾമോസ്റ്റ് കേരളത്തിൽ നിന്ന് മാത്രമായിട്ട് 7,38,00,000 സിനിമയുടെ ടോട്ടൽ 9 ദിവസത്തെ കളക്ഷൻ കാണാൻ സാധിക്കുന്നത് കേരളത്തിലെ സിനിമയ്ക്ക്. 9ാമത്തെ ദിവസം സിനിമയ്ക്ക് കേരളത്തിൽ 1,02,00,000 കളക്ഷൻ കാണാൻ സാധിക്കുന്നത് സിംഗിൾ ഡേ ആയിട്ട്. എന്തായാലും നല്ലൊരു കളക്ഷനിലോട്ട് തന്നെയാണ് വേൾഡ് വൈഡ്. ഒരു 10 കോടി എന്തായാലും അടുത്ത ആഴ്ച ആകുമ്പോഴേക്കും സിനിമ വേൾഡ് വൈഡ് നേടാൻ പോവുകയാണ് ഒഫീഷ്യലായിട്ട്. അടുത്ത കളക്ഷൻ നമ്മുടെ ജിത്തു ജോസഫ് സംവിധാനം ചെയ്ത് പുറത്തിറങ്ങിയ സിനിമയാണ് നമ്മുടെ വലത്തുവശത്തെ കള്ളൻ എന്ന് പറഞ്ഞ സിനിമ. ബിജു മേനോൻ, ജോർജ് ജോർജ് എന്നിവരൊക്കെയാണ് പടത്തിൽ കേന്ദ്ര കഥാപാത്രങ്ങളായിട്ട് അഭിനയിച്ചിരിക്കുന്നത്. ഒരു ക്രൈം ത്രില്ലർ ആയിട്ടാണ് പടത്തിൽ റിലീസിന് വന്നിരിക്കുന്നത് ജേണർ. എന്തായാലും പടം കണ്ടുവരുന്നെങ്കിൽ പടത്തിന്റെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യപ്പെടുക. പടത്തിന്റെ 9 ദിവസത്തെ കളക്ഷൻ പരിശോധിക്കാം നമുക്ക്. സിനിമയ്ക്ക് 9ാമത്തെ ദിവസം കേരളത്തിൽ ഓൾമോസ്റ്റ് 19.7 ലക്ഷമാണ് കളക്ഷൻ കാണാൻ സാധിക്കുന്നത്. സിനിമയ്ക്ക് ടോട്ടൽ കേരളത്തിൽ 9 ദിവസം കൊണ്ട് 5,25,00,000 കളക്ഷൻ കാണാൻ സാധിക്കുന്നത്. എന്തായാലും പടം ഒരു ഫ്ലോപ്പ് ആവാൻ നല്ല ചാൻസ് കാണുന്നുണ്ട്. പടം കണ്ടുവരാണെങ്കിൽ കമന്റ് ബോക്സ് ചെയ്യപ്പെടുക പടത്തിന്റെ അഭിപ്രായങ്ങൾ. മറ്റൊരു സിനിമയാണ് നമ്മുടെ ആശകൾ 1000 എന്ന് പറഞ്ഞ സിനിമ. നമ്മുടെ ജയറാം അതുപോലെ തന്നെ കാളിദാസ് ജയറാം എന്നിവർ അഭിനയിച്ച സിനിമയും കൂടിയാണ്. അപ്പനും മോനും ഒന്നിച്ച് അഭിനയിച്ച സിനിമ. എന്തായാലും ഒരു ഫാമിലി എന്റർടൈനർ ആവാനാണ് ചാൻസ് കാണുന്നത് ഈ വർഷത്തെ. എന്തായാലും നല്ലൊരു ക്ലീൻ സ്റ്റോറിയാണ്. വലിയ ട്വിസ്റ്റും കാര്യങ്ങളൊന്നുമില്ല. ജസ്റ്റ് ഫാമിലി ആയിട്ട് ചില്ല് ചെയ്ത് കാണാൻ പറ്റിയൊരു സിനിമയാണ്. ഒരുപാട് കോമഡി രംഗങ്ങളൊക്കെ സിനിമയിലുണ്ടെന്നാണ് പറയുന്നത് കണ്ടവര്. എന്തായാലും പടം റിലീസിന് വന്നിട്ട് ഓൾമോസ്റ്റ് ഇപ്പോൾ 2 ദിവസം ആവുകയാണ്. പടത്തിൻ്റെ 2ാമത്തെ ദിവസത്തെ കളക്ഷൻ നോക്കുകയാണെങ്കിൽ കേരളത്തിലെ സിനിമയ്ക്ക് 81 ലക്ഷമാണ്. ഇന്നിപ്പോൾ വീക്കെൻഡ് വരികയാണ്, ശനി ഞായർ. അതുകൊണ്ട് തന്നെ സിനിമയ്ക്ക് നല്ലൊരു കളക്ഷനിലോട്ട് വരാൻ നല്ല ചാൻസ് കാണുന്നുണ്ട്. എന്തായാലും 2 ദിവസം കൊണ്ട് സിനിമയ്ക്ക് കേരളത്തിൽ ഓൾമോസ്റ്റ് 1,35,00,000 കളക്ഷൻ കാണാൻ സാധിക്കുന്നത് 2 ദിവസം കൊണ്ട് കേരളത്തിൽ. ഓൾമോസ്റ്റ് വേൾഡ് വരെ പരിശോധിക്കുകയാണെങ്കിൽ 2 ദിവസം കൊണ്ട് സിനിമയ്ക്ക് 2 കോടിയുടെ അടുത്ത് വരാൻ നല്ല ചാൻസ് കാണുന്നുണ്ട്. മറ്റൊരു സിനിമയാണ് നമ്മുടെ അനോമി എന്ന് പറഞ്ഞ ഭാവന ചേച്ചി അഭിനയിച്ച സിനിമ. അനോമി നോക്കുകയാണെങ്കിൽ ഓൾമോസ്റ്റ് സിനിമ റിലീസിന് വന്നിട്ട് ഇപ്പോൾ 2 ദിവസം ആവുകയാണ്. സിനിമയ്ക്ക് സ്റ്റാർട്ടിങ് തന്നെ വളരെ മോശം തന്നെയാണ്. 24 ലക്ഷമാണ് സിനിമയ്ക്ക് ടോട്ടൽ ഡൊമസ്റ്റിക് ആയിട്ട് ആദ്യ ദിവസം കാണാൻ സാധിച്ചത്. ഓപ്പണിംഗ് ആയിട്ട് വളരെ മോശമായൊരു ഓപ്പണിംഗ് ആണ് സിനിമയ്ക്ക്. എന്തായാലും 2 ദിവസം കൊണ്ട് സിനിമയ്ക്ക് അനോമി സിനിമയ്ക്ക് ഓൾമോസ്റ്റ് 52 ലക്ഷമാണ് സിനിമ 2 ദിവസത്തെ കേരള ബോക്സ് ഓഫീസ്. 2ാമത്തെ ദിവസം സിനിമ നേടിയത് 29 ലക്ഷമാണ്. എന്തായാലും വളരെ കുറഞ്ഞൊരു കളക്ഷനിലോട്ട് തന്നെയാണ് നമ്മുടെ അനോമി സിനിമ പോകുന്നത്. എന്തായാലും നല്ലൊരു ഹോൾഡ് സിനിമയ്ക്ക് ലഭിക്കണം അടുത്ത ആഴ്ച. അല്ലെങ്കിൽ സിനിമ പല തിയേറ്ററുകളിലും വാനിഷ് ആവാനുള്ള ചാൻസ് കാണുന്നുണ്ട്. മറ്റൊരു സിനിമയാണ് നമ്മുടെ ആശാൻ എന്ന് പറഞ്ഞ നമ്മുടെ ഇന്ദ്രൻ സേട്ടൻ അഭിനയിച്ച സിനിമ. എന്തായാലും ജോമോൻ, ഇന്ദ്രൻസ് എന്നിവർ അഭിനയിച്ച സിനിമയും കൂടിയാണ് ആശാൻ. പടം റിലീസിന് വന്നത് ഇപ്പോൾ ഓൾമോസ്റ്റ് 3 ദിവസം ആവുകയാണ്. സിനിമയ്ക്ക് 3ാമത്തെ ദിവസം കേരള ബോക്സ് ഓഫീസിൽ 20 ലക്ഷമാണ് കളക്ഷൻ കാണാൻ സാധിക്കുന്നത്. അങ്ങനെ ടോട്ടൽ സിനിമ 3 ദിവസം കൊണ്ട് 69 ലക്ഷമാണ് സിനിമയുടെ കളക്ഷൻ കാണാൻ സാധിക്കുന്നത് നമ്മുടെ ആശാൻ എന്ന് പറഞ്ഞ മലയാള സിനിമയ്ക്ക്. എന്തായാലും നമ്മുടെ ഇന്ദ്രൻ സേട്ടൻ്റെ ഈ സിനിമ കണ്ടുവരാണെങ്കിൽ പടത്തിൻ്റെ അഭിപ്രായങ്ങൾ നമുക്ക് ചെയ്യപ്പെടുത്തുക. മറ്റൊരു സിനിമയാണ് നമ്മുടെ ചത്താപാച്ച എന്ന് പറഞ്ഞ സിനിമ. നമ്മുടെ അർജുൻ അശോകൻ അതുപോലെ തന്നെ റോഷൻ മാത്യു, വൈശാഖ് എന്നിവർ അഭിനയിച്ച സിനിമയാണ് വിത്ത് മമ്മൂക്കയുടെ കേമിയോ റോള്. എന്തായാലും ചത്താപാച്ചൻ്റെ കളക്ഷൻ നോക്കുകയാണെങ്കിൽ സിനിമയ്ക്ക് ഓൾമോസ്റ്റ് റിലീസിന് വന്നിട്ട് ഇപ്പോൾ സിനിമയ്ക്ക് ഓൾമോസ്റ്റ് 17 ദിവസം ആവുകയാണ്. 17 ദിവസം കൊണ്ട് സിനിമയ്ക്ക് 17ാമത്തെ ദിവസം 4.30 ലക്ഷമാണ് സിനിമയുടെ കളക്ഷൻ കാണാൻ സാധിക്കുന്നത്. സിനിമയ്ക്ക് കേരള ബോക്സ് ഓഫീസിൽ 17 ദിവസം കൊണ്ട് ഓൾമോസ്റ്റ് 17,22 ലക്ഷമാണ് ടോട്ടൽ കളക്ഷൻ കാണാൻ സാധിക്കുന്നത്. എന്തായാലും നല്ലൊരു കളക്ഷൻ തന്നെയാണ് സിനിമയുടെ വേൾഡ് വൈഡ് പരിശോധിക്കുകയാണെങ്കിൽ കാണാൻ സാധിക്കുന്നത്. അടുത്ത കളക്ഷൻ അപ്ഡേറ്റ് തമിഴ് സിനിമയായ വിത്ത് ലവ് എന്ന് പറഞ്ഞാൽ നമ്മുടെ അൻസരാജ് അഭിനയിച്ച ഏറ്റവും പുതിയ തമിഴ് സിനിമ തന്നെയാണ്. പടം ഒരു ട്രെൻഡിങ് ആവാൻ ചാൻസ് ഉള്ള ഒരു പ്രണയ സിനിമയും കൂടിയാണ്. 2ാമത്തെ ദിവസം സിനിമയ്ക്ക് കേരളത്തിൽ ഓൾമോസ്റ്റ് 5 ലക്ഷമാണ് കളക്ഷൻ കാണാൻ സാധിക്കുന്നത്. എന്തായാലും സിനിമയ്ക്ക് 2 ദിവസത്തെ ടോട്ടൽ കേരള ബോക്സ് ഓഫീസ് പരിശോധിക്കുകയാണെങ്കിൽ 9.40 ലക്ഷമാണ് സിനിമയുടെ ടോട്ടൽ കളക്ഷൻ കാണാൻ സാധിക്കുന്നത് കേരള ബോക്സ് ഓഫീസിൽ. എന്തായാലും കാത്തിരിക്കുന്ന ചെയ്യാൻ നമുക്ക് കൂടുതൽ സിനിമകളുടെ ബോക്സ് ഓഫീസ് കളക്ഷൻ ആയിട്ട്. പക്ഷേ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. സ്റ്റോക്സ് സൊല്യൂഷൻ നിങ്ങൾ കണ്ട സിനിമകൾ ഏതാണെന്ന് വെച്ചാൽ കമന്റ് ബോക്സ് ചെയ്യപ്പെടുക. പറഞ്ഞ അഭിപ്രായങ്ങൾ ഉൾപ്പെടെയായിട്ട്.